വീണ്ടും ഒരു ലോകമഹായുദ്ധത്തെ ആശങ്കയോടെ ഉറ്റുനോക്കുകയാണോ ലോക ജനത? ഇറാനും ഇസ്രായേലും തമ്മിൽ ഉടലെടുത്തിരിക്കുന്ന സംഘർഷങ്ങൾ, പരസ്പരമുള്ള വാക്പോരുകൾ, അതിൻ്റെ ചില ആശങ്ക ജനിപ്പിക്കുന്ന സൂചനകൾ ലോക ജനതയ്ക്ക് നൽകുന്നുണ്ട്. വളരെ നിർണായകമായിട്ടുള്ള ചർച്ചകൾ ഈ ഒരു ഘട്ടത്തിൽ റോമിലും ഒപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇറാൻ എന്ന് പറയുന്ന രാജ്യം, ഇറാൻ ഭരിക്കുന്നത് തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ തലക്കി പിടിച്ച ഒരു ഭരണകൂടം തന്നെയാണ്. അവരുടെ കൈകളിൽ ഒരു ആണവായുധം എത്തിച്ചേർന്നാൽ അത് ലോകത്തിന് വളരെ വലിയൊരു ഭീഷണി തന്നെയാണ് സൃഷ്ടിക്കുക, പ്രത്യേകിച്ച് ഇസ്രായേലിന്. അതുതന്നെയാണ് ഇസ്രായേലിനെ ആശങ്കപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഏതു വിധേനയും ഇറാൻ ഒരു ആണവായുധം കൈവശപ്പെടുത്തുവാൻ, അത് ഏതു വിധേനയും തടയുവാൻ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒരുപക്ഷെ ഒരു യുദ്ധത്തിലേക്ക് വഴിമാറാനുള്ള എല്ലാ സാധ്യത കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ലോക ജനത മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവ വികാസങ്ങളെ വളരെ ആശങ്കയോടുകൂടി നോക്കിക്കാണേണ്ടത്? അവിടെ സമാധാനം പുലരേണ്ടതിൻ്റെ ഒരു ആവശ്യകത എത്രത്തോളമുണ്ട്? ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമോ? അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? യുദ്ധം ഒഴിവാക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെ? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി ജോൺ. ലോകം വളരെ അതിനിർണായകമായിട്ടുള്ളൊരു നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പല നിലപാടുകളിലും ഈ ഒരു വിഷയം പല രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ, അതായത് ഒരു പ്രത്യേക ഒരു ഘട്ടത്തിലാണ് മിഡിൽ ഈസ്റ്റിലെ സംഭവവികാസങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേൽ ഇറാൻ തമ്മിലുള്ള ആ ഒരു ബന്ധം, US ഇറാൻ തമ്മിലുള്ള ഒരു ബന്ധം ഒരു വളരെ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ അമേരിക്കയും ഇറാനും തമ്മിൽ വളരെ സുപ്രധാനമായിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. റോമിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് അതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് പ്രേക്ഷകരെ അറിയിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇറാൻ, നമുക്കറിയാവുന്നതുപോലെ 1970കളിലെ ഒരു ഇസ്ലാമിക റവല്യൂഷന് ശേഷം തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ തലക്കി പിടിച്ച ഭരണാധികാരികളാണ് ഇറാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ അത്തരമൊരു രാജ്യത്തിൻ്റെ കൈകളിൽ, അല്ലെങ്കിൽ അത്തരം ആ ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ കൈകളിൽ ഒരു ആണവായുധം എത്തിപ്പെടുക എന്നത് ലോകത്തെ സംബന്ധിച്ച് വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച്. കാരണം ഈ ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഇറാൻ വളരെ ടാർജറ്റായി, വളരെ തന്ത്രപരമായിട്ട് ഇസ്രായേലിനെ പലപ്പോഴും ടാർജറ്റ് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിനെ ഇൻഡയറക്റ്റായിട്ട് പല രീതിയിലും ആക്രമിച്ചിട്ടുണ്ട്. ഇറാൻ്റെ പ്രോക്സികളാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിൽ നിന്നും ഹമാസ്, ഇപ്പോൾ യമനിൽ നിന്നും ഹൂതികൾ, ലെബനോനിൽ നിന്നും ഹിസ്ബുള്ളകൾ, അങ്ങനെ ഒരു പ്രോക്സി വാർ കാലങ്ങളായിട്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു അപവാദം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിക്ഷേപിച്ച റോക്കറ്റുകൾ, ആക്രമണങ്ങളൊക്കെയാണ്. അതിനാൽ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ്റെ കൈകളിൽ ഒരു ആണവായുധം എത്തിപ്പെടുക, അല്ലെങ്കിൽ അവർ അതിനൊരു കേപ്പബിൾ ആകുക എന്ന ഒരു വാർത്ത ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നിലവിൽ ഒരു ഇറാൻ്റെ ആ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള നിലവിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് 2015 ഒരു കരാറ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. അതായത് ഇറാൻ തങ്ങളുടെ ആണവായുധ പദ്ധതികൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആണവ ആയുധം എന്ന നിലയിലേക്ക് പോകത്തില്ല, അത് കുറേ കൂടി അത് ലഘൂകരിക്കും. അതിന് പകരമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇറാന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ഉപരോധം പിൻവലിക്കും എന്നൊരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. പക്ഷേ 2018 ട്രംപ് ആ കരാറിൽ നിന്നും പിന്മാറിയിരുന്നു. പക്ഷേ വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ആണവായുധം, അതിൻ്റെ പല ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറാൻ്റെ കയ്യിൽ യുറേനിയം ഉണ്ട്. അപ്പോൾ ആ ഒരു യുറേനിയം അത് ഒരു 90% ഒരു പ്യൂറായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് അതിൻ്റെ ഒരു എൻറിച്ച്മെൻറ്റ് പ്രോസസ്സ് കടന്നു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാനുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് ഇറാൻ കടക്കും. ഇറാൻ എപ്പോഴും അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട്, തങ്ങളുടെ ഈ ഒരു യുറേനിയൻ സമ്പുഷ്ടീകരണം അത് ഒരു സിവിൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്, സമാധാന പർപ്പസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പ്രശ്നം അവിടെയല്ല നിൽക്കുന്നത്. ഈ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യുറേനിയൻ എൻറിച്ച്മെൻറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വെറും 3 to 4% ആണ്. പക്ഷേ നിലവിൽ അത് 83% എത്തിയിരിക്കുന്നു. 90% കടന്നു കഴിഞ്ഞാൽ അതൊരു വെപ്പൺ, അല്ലെങ്കിൽ ഒരു ആയുധം എന്ന രീതിയിലേക്ക് ഇറാന് ഫോം ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, നിലവിൽ ഏകദേശം 3ഓളം ന്യൂക്ലിയർ ബോംബ്സ് ഉണ്ടാക്കാനുള്ള ഒരു ശേഖരം, യുറേനിയം ശേഖരം ഇറാൻ്റെ പക്കലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ കണക്ക് പ്രകാരം 2800ഓളം കിലോഗ്രാം യുറേനിയം ഇറാൻ്റെ പക്കലുണ്ട്. അപ്പോൾ ഇതാണ് സ്ഥിതി. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്ക തന്നെ മുൻകൈ എടുത്ത് നിരവധി ചർച്ചകൾ
ഇറാനുമായി നടത്തുന്നത്. അതിൻ്റെ ഒരു 5ാം വട്ട ചർച്ചകളാണ് റോമിൽ നടക്കുന്നത്. ട്രംപിൻ്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ഒപ്പം തന്നെ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് ഒക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരുകൂട്ടർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പോയിന്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇറാൻ ഒരു കാരണവശാലും യുറേനിയൻ എൻറിച്ച്മെന്റ് ആ ഒരു പ്രോസസ്സിൽ നിന്നും ഇറാൻ പിന്നോട്ട് പോകത്തില്ല. പക്ഷേ ട്രംപിന് എന്ത് വില കൊടുത്തും ആ യുറേനിയൻ എൻറിച്ച്മെന്റ് പ്രോസസ്സ് അവസാനിപ്പിക്കണം. ഒരു ആയുധം ഉണ്ടാക്കുക അല്ലെങ്കിൽ ആയുധം ഫോം ചെയ്യുക, ആണവായുധം ഫോം ചെയ്യുക എന്ന രീതിയിലേക്ക് ഒരിക്കലും ഇറാൻ പോകരുത് എന്ന ഒരു കണിശത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കം ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അപ്പോൾ ഒരു ഡെഡ് ലോക്ക് എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇസ്രായേൽ ഈ ചർച്ചകൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ ചർച്ച ഒരു തീരുമാനമാകാതെ പിരിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അത്തരത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഈ ചർച്ചയിൽ ഇറാനെ ആ ഒരു ആണവ സമ്പുഷ്ടീകരണം അല്ലെങ്കിൽ യുറേനിയം എൻറിച്ച്മെന്റ് എന്ന ഒരു കാര്യത്തിന് ഒരു അനുമതി കൊടുത്തു കഴിഞ്ഞാലും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനാൽ വളരെയധികം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 1980 ഇസ്രായേൽ ഇറാഖിന്റെ ആണവ സംവിധാനങ്ങളെ ആക്രമിച്ചിരുന്നു. സിറിയയുടെ ആണവ സംവിധാനങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. അതുകൊണ്ട് ആക്രമിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ ഇതാണ് നിലവിലെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചർച്ചകളുടെ അതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായിരിക്കും. ഒരുപക്ഷെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചില്ല, ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അമേരിക്ക അതിൻ്റെ ഒരു റെസ്പോൺസിബിൾ ഒരു കക്ഷിയായിട്ട് ഇറാൻ കാണും. അപ്പോൾ അത്തരത്തിലുള്ള തിരിച്ചടി ഇസ്രായേലിനെതിരെ അമേരിക്കയ്ക്കെതിരെ ഉണ്ടാകുമെന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വേർഡ് ഓഫ് വാർ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ജോജി, എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു 2 അല്ലെങ്കിൽ 1.5 വർഷത്തിലധികമായി വളരെയധികം ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ തന്നെയാണ് ഈ മിഡിൽ ഈസ്റ്റ് നിൽക്കുന്നത്. ഈ ഇറാൻ ഇസ്രായേൽ വാർ, അത് പ്രോക്സി വാർ വർഷങ്ങളായിട്ട് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിലവിലെ അവിടുത്തെ സ്ഥിതിഗതിയിൽ ഞാനതിൻ്റെ ഒരു പശ്ചാത്തലം വിവരിച്ചു. പക്ഷേ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഇതുപോലെ തന്നെ എത്രത്തോളം നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്? ജോർജ്, ഈ പശ്ചിമേഷ്യൻ പൊളിറ്റിക്സ് അല്ലെങ്കിൽ അവിടുത്തെ യുദ്ധങ്ങൾ, അവിടുത്തെ പ്രശ്നങ്ങൾ ഇപ്പം ലോകമെമ്പാടും ശരിക്കും ലോകത്തെ മൊത്തം പിടിച്ചു കുലുക്കുകയാണ്, നമുക്കറിയാം. അപ്പോൾ നമ്മളുകൊണ്ട് ഈ ഇസ്രായേൽ പലസ്തീൻ വാറ്, അതിൽ ശരിക്ക് നമ്മൾ ഹമാസിനെ മുമ്പിൽ കണ്ടാലും ഇവിടെ ജോർജ് പറഞ്ഞതുപോലെ നമ്മൾ ഹമാസിനെയോ ഹിസ്ബുള്ളയോ ഹൂത്തികളെയോ അല്ലെങ്കിൽ സിറിയയിലുള്ള പ്രോക്സികളെയൊക്കെ കണ്ടാലും അതിൻ്റെ പുറകിൽ ശരിക്ക് പ്രവർത്തിച്ചത് ഇറാനാണ്. അപ്പോൾ അതാണ് ഇസ്രായേലിൻ്റെ കൺസേൺ അവിടെയാണ്. ഇപ്പോൾ ഇസ്രായേലിന് വളർച്ച ഇപ്പം പഴയ പോലെയല്ല, കാര്യങ്ങൾ സീരിയസ് ആവുക. കാരണം വെച്ചാൽ ഹൂതികളുടെ മിസൈലുകൾ അത് പലപ്പോഴും ഇസ്രായേൽ പതിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹൂതികളെ ഉറപ്പായിട്ടും ആം ചെയ്യുന്നത് ഇറാനാണ്. അപ്പം ഈ ഈ അണുവായുധ പോർമുനകൾ വഹിക്കത്തക്ക രീതിയിലുള്ള ഒരു മിസൈൽ വന്നാൽ അത് ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വയ്ക്ക് വലിയ ഭീഷണിയാണ്. അപ്പം ആ ഒരു കൺസേൺ ഇപ്പോൾ ഉണ്ട്. പിന്നെ മറ്റ് കുറച്ച് കൺസേൺസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാരണം എന്താ വെച്ചാൽ പിന്നെ ഇസ്രായേൽ പറയുന്നൊരു കാര്യമുണ്ട്, യുറേനിയം സമ്പുഷ്ടീകരണം അതിനെ തടയുന്നതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇറാനെ അവരുടെ വരുതിക്ക് നിർത്താൻ ആർക്കും സാധിക്കുന്നില്ല. മുമ്പുണ്ടായിരുന്ന ഡീലുകൾ, അതിപ്പം ഒബാമയുടെ കാലത്തോ അല്ലെങ്കിൽ ഈവൻ ബൈഡൻ്റെ കാലത്തോ ഉണ്ടായ ഡീലുകളെല്ലാം അത്ര ഒരു ഫ്രൂട്ട്ഫുൾ അല്ലെന്നാണ് പറയുന്നത് ശരിക്കും. അപ്പോൾ ഇപ്പം ഇവിടെ ഇസ്രായേൽ പറയുന്നത് ഈ റോമിലെ ആ ഒരു ചർച്ചയിൽ നിന്ന് ഉരുത്തിരിയുന്ന ആ ഡീല് അതൊരു ബാഡ് ഡീൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു ബാഡ് ഡീലാണെങ്കിൽ ഈ ബാഡ് ഡീൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഏത് കണ്ടീഷനിലും ഏത് അവസ്ഥയിലും ഒരു അണുവായുധം ഉണ്ടാക്കുന്നതിൽ നിന്ന് അത് കരസ്ഥമാക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുക. ആ രീതിയിലുള്ള ഒരു ഡീലല്ല ഉരുത്തിരിയുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ ഇറാൻ്റെ സൈറ്റുകളെ ആക്രമിക്കും ഇസ്രായേൽ എന്നുള്ള കാര്യത്തിൽ മസ്റ്റാണ്. ആ ഒരു അവസ്ഥയിലേക്കാണ് അവർ പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ഇപ്പോഴൊന്നുമല്ല, ഇതിനെക്കുറിച്ചുള്ള ഈ ന്യൂസ് ഏജൻസികൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 2020 മിഡിലോടുകൂടി ഇറാനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ നേരത്തെ പ്രീ പ്ലാൻഡാണ് ശരിക്കും. അപ്പോൾ ശരിക്കും ഇസ്രായേൽ വെയിറ്റ് ചെയ്യുന്നത്, കാരണം ട്രംപ് വന്നു കഴിഞ്ഞാൽ കുറേ കൂടെ ഒരു ഫേവറബിളായ സാഹചര്യം കിട്ടും, അല്ലെങ്കിൽ ഇസ്രായേലിന് കുറേ കൂടെ നന്നായിട്ട് അവരെ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു ചിന്തയിലാണ് ശരിക്കുന്നത്. ഇനി മറ്റൊരു കുറേ വശങ്ങൾ നമ്മൾ പഠിക്കണം ജോലി. ഇപ്പം ശരിക്ക് ഇസ്രായേൽ ഈ ഒരു സമയമെടുക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുമ്പോൾ ഇറാൻ്റെ പ്രോക്സികൾ ഇപ്പം ഹിസ്ബുള്ള ഒരു പരിധിവരെ അവർ വളരെ വീക്കായി, അവരെ താറുമാറാക്കിയെന്ന് തന്നെ പറയാം. അല്ലെ ഹമാസ്, കാര്യം പറഞ്ഞാൽ ഗാസയിൽ ഇസ്രായേൽ വീണ്ടും ആക്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെയും ഒരു സ്ട്രൈക്കിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രക്ചർ അതെല്ലാം വേഷം തകർത്ത് കഴിഞ്ഞു. പിന്നെ ഹൂത്തികളെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നതിൽ അവർ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നതിലും അമേരിക്ക കൂടി നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് അവരുടെയും ശക്തി ക്ഷയിപ്പിച്ചു. സിറിയയിൽ നിന്നോ അല്ലെങ്കിൽ ഇറാഖിൽ നിന്നോ പെട്ടെന്ന് ഇസ്രായേലിനെതിരെ ഒരു ആക്രമണം ഉണ്ടാകാൻ പാടില്ല. പിന്നെ മറ്റൊരു പോസിബിലിറ്റി എന്ന് വെച്ചാൽ, ഇതിനെക്കുറിച്ച് ഒരു ഇസ്രായേലി മിലിറ്ററി എക്സ്പേർട്ട് പറയുന്നത്, ഞങ്ങൾ ഇറാൻ്റെ വ്യോമ പ്രതിരോധം കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നു. അവർ അതിനെക്കുറിച്ച് പറയുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. അപ്പോൾ ആ രീതി, അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഫേവറബിളായ സിറ്റുവേഷനിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുകയെന്നാണ് അവരുടേത്.
ഈ ഒരു സാഹചര്യത്തിലാണ് സ്ട്രൈക്ക് ചെയ്യേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ സ്ട്രൈക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നീട് ഞങ്ങൾക്ക് ഇത്ര ഒരു അനുയോജ്യമായ ഒരു അവസരം കിട്ടുമെന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പ്രതീക്ഷ. ഇനി അവിടെ നമ്മളിതൊക്കെ പറയുമ്പോഴും അവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റു കുറച്ച് പോയിൻ്റ് ഉണ്ട്. അമേരിക്ക എത്രത്തോളം ഇതിനെ സപ്പോർട്ട് ചെയ്യും? കാരണം വെച്ചാൽ അമേരിക്കയ്ക്ക് ഇറാനെ സ്ട്രൈക്ക് ചെയ്യാൻ പ്ലാനില്ല. കാരണം ട്രംപിൻ്റെ ഒരു പോളിസി തന്നെ നമ്മൾ കണ്ടതല്ല, യുദ്ധം വേണ്ട, ബിസിനസ്സാണ് അദ്ദേഹത്തിന്. പക്ഷേ അമേരിക്കയുടെ ഒരു തകർന്ന സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയാം. അപ്പോൾ അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അതിൽ ബിസിനസ് ഭയങ്കരമായിട്ട് അതാണ്. സൗദിയിൽ പോകുന്നു, ഖത്തറിൽ പോകുന്നു, എല്ലായിടത്തും പോകുന്നു. അപ്പോൾ ഒരു വെസ്റ്റ് ഏഷ്യയിൽ ഒരു സൈഡിൽ ഇസ്രായേലിൻ്റെ വളരെ ഒരു സ്ട്രോങ്ങസ്റ്റ് അലിയാണെന്ന് പറയുമ്പോൾ പോലും, വളരെ ട്രസ്റ്റഡായ പാർട്ട്ണറാണെന്ന് പറയുമ്പോൾ പോലും അമേരിക്ക യുദ്ധത്തിലേക്ക് പോകാൻ അമേരിക്ക യാതൊരു പ്ലാനുമില്ല ശരിക്കും. അപ്പോൾ അമേരിക്ക ഒരു നെഗോഷിയേഷനാണ്. പക്ഷേ നെഗോഷിയേഷന് പോകുമ്പോൾ ഇസ്രായേലിൻ്റെ പ്രശ്നം ആ ഡീൽ ഒരു ബാഡ് ഡീലായി മാറും. കാരണം വെച്ചാൽ ഇസ്രായേൽ ഇങ്ങനെ പറയുന്നുണ്ട്, പലപ്പോഴും ബൈഡനെയും ഒബാമയൊക്കെ പറ്റിക്കുകയോ ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ട്രംപിനെ പറ്റിക്കുകയോ അല്ലെങ്കിൽ ട്രംപ് ആരൊക്കെ അയച്ചോ അവരെ പറ്റിക്കുകയോ, അത് അങ്ങനെ ഈ ഇറാൻകാർ പറ്റിക്കാൻ മിടുക്കരാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറ്റിക്കപ്പെടാൻ പാടില്ല. അപ്പോൾ ആ അവസ്ഥയിൽ പോകുന്നു. അപ്പം ഇത് എത്രത്തോളം ഈ ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇറാനെ സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കണം. ഇറാൻ്റെ നമ്മളിപ്പം ഇറാഖിലെയോ സിറിയയിലെയോ പോലുള്ള ഒരു ആണവ റിയാക്ടറുകളല്ല, അല്ലെങ്കിൽ ഒരു ആണവ കേന്ദ്രങ്ങളല്ല, മറിച്ച് ഇത് വളരെ ഡീപ്പ് ഇൻസൈഡ് ദ എർത്താണ്. അപ്പോൾ അത്രമാത്രം ഡീപ്പ് ആഴത്തിലുള്ള ഇൻസൈഡായിട്ടുള്ള എർത്തിലുള്ള ഈ ഒരു ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കണമെങ്കിൽ ബങ്കർ ബസ്റ്റർ ബോംബ് പോലുള്ള പവർഫുൾ ബോംബ്സ് വേണം. അതിന് B-22 അല്ലെങ്കിൽ B-52 പോലുള്ള ബോംബേഴ്സും വേണം. അപ്പോൾ ഈ B-2 സ്പിരിറ്റ് അങ്ങനത്തെ അത്തരത്തിലുള്ള അത്യാധുനികമായിട്ടുള്ള ബോംബേഴ്സൊക്കെ വേണം, ശരി, ബോംബർ ഫൈബർ ജെറ്റ്സ് വേണം. അപ്പോൾ അതൊക്കെ അമേരിക്ക ഇസ്രായേലിന് കൊടുക്കാൻ തയ്യാറാവുമോ? പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾക്ക് സ്വന്തം അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഉറപ്പായിട്ട് പറ്റും. ഒരു പക്ഷേ എന്താ പറയുക, അതിനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഒരു പക്ഷേ ക്രിയേറ്റ് ചെയ്താൽ പോലും എത്രമാത്രം ഫ്രൂട്ട്ഫുൾ ആകും നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ അമേരിക്കയുടെ എത്രമാത്രം സപ്പോർട്ട് കിട്ടും? ഇനി അമേരിക്ക കൂടാതെ എന്താ പറയുക ഇസ്രായേൽ സ്ട്രൈക്ക് ചെയ്യാൻ പോവുമോ? ഒരെണ്ണം. മറ്റൊരു പോയിന്റ് ഞാൻ പറഞ്ഞത് ശരിക്കും ഇറാനെ അറ്റാക്ക് ചെയ്താൽ റഷ്യ ഒരിക്കലും നോക്കിയിരിക്കുകയില്ല, ചൈന നോക്കിയിരിക്കുകയില്ല. ചൈനയുടെ സപ്പോർട്ട് ഉണ്ടാകും. റഷ്യ വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് വരെയും അതിനകത്തൊരു ഇൻവോൾവ്മെൻറ്റ് സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം യുക്രൈൻ യുദ്ധത്തിൽ ഇറാനിയൻ ഡ്രോൺസാണ് റഷ്യയെ സഹായിച്ചത്. അത് റഷ്യ ഒരിക്കലും മറക്കില്ല. അപ്പോൾ ഈവൻ എന്താ പറയുക അത്യാധുനികമായിട്ടുള്ള പോർ വിമാനങ്ങൾ വരെയും റഷ്യ ഇറാനിലേക്ക് കൈമാറാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ പോയി അതാണ് ഒരു വിഷയം. അതാണ് പോയ വെസ്റ്റ് ഏഷ്യയിൽ വീണ്ടും ഒരു ഓൾ ഔട്ട് വാർ വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത് യുക്രൈൻ റഷ്യ വാർ അങ്ങനെ നിൽക്കുന്നു, ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം നിൽക്കുന്നു, മനസ്സിലാക്കണം. അതിനിടയ്ക്ക് അമേരിക്ക ഗോൾഡൻ ഡോമിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള ജിയോ പൊളിറ്റിക്സ് അല്ലെങ്കിൽ അവരുടെ ആയുധ ശേഖരണം, ഇങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ വളരെ സങ്കീർണമായി പോകുന്ന അവസ്ഥയിൽ വീണ്ടും പശ്ചിമേഷ്യയിൽ ഒരു ഓൾ ഔട്ട് വാർ എന്ന് പറഞ്ഞാൽ അത് ആർക്കും ചിന്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ മനസ്സിലാക്കണം റോമിലുള്ള ചർച്ച. നമുക്ക് റോം ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അതിപ്പോൾ യുക്രൈൻ റഷ്യ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ പശ്ചിമേഷ്യ ആണെങ്കിലും എല്ലാ കാര്യത്തിലും റോം ഒരു കേന്ദ്രമായി മാറി. അപ്പം വളരെ നല്ല സിമ്പിളാണ് ശരിക്കും. ആ ഒരു വളരെ പ്രധാനപ്പെട്ട ആ ഒരു സ്ഥലത്ത് വെച്ചുള്ള അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ ആ ഒരു സ്ഥലത്ത് വെച്ചുള്ള ഈ ഒരു ചർച്ച വളരെ ഫ്രൂട്ട്ഫുൾ ആകട്ടെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പക്ഷെ എന്തായാലും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ചർച്ചയിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം വരുന്നില്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊരിക്കലും ലോകത്തിന് നല്ലതല്ല. നമുക്ക് പ്രാർത്ഥിക്കാം, ഉറപ്പായിട്ടും ചർച്ച വളരെ ഫ്രൂട്ട്ഫുള്ളായി മാറട്ടെ, അതിലൂടെ ഒരു സമാധാനം വരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അത് കറക്റ്റാണ്. ജോൺ, നമ്മൾ ഈ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള ഏത് വിഷയങ്ങൾ ചർച്ച ചെയ്താലും അതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ആൻറ്റി സെമിറ്റിസമാണ്, ഒരു യഹൂദ വിരുദ്ധതയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ DC നടന്ന ആക്രമണം, 2 ഇസ്രായേലി എംബസി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, അവരെ വെടിവെച്ചുകൊല്ലുന്നു. രണ്ടുപേരും യുവാക്കളായിരുന്നു. ഒരു വിവാഹ നിശ്ചയത്തിലേക്കൊക്കെ പോകുന്ന ആ ഒരു ചടങ്ങിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാണ് അവരെയൊക്കെ ദാരുണമായിട്ട് വെടിവെച്ച് വീഴ്ത്തുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യങ്ങൾ തമ്മിലൊരു മിലിറ്ററി അറ്റാക്സ് ഉണ്ടാകുമ്പോൾ ഭൂരിഭാഗം കേസുകളിലും ഇരു രാജ്യങ്ങളും പരസ്പരം ടാർഗറ്റ് ചെയ്യുന്നത് മിലിറ്ററി കേന്ദ്രങ്ങളെയാണ്. പക്ഷേ ഈ ആൻറ്റി സെമിറ്റിസം തലയ്ക്ക് പിടിച്ചവർ ടാർഗറ്റ് ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, മിലിറ്ററി ഒപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. അതിൽ തന്നെ ഇറാൻ്റെയൊക്കെ ഒരു അവിടുത്തെ ഈ തീവ്ര ഇസ്ലാമിക ഭരണകൂടത്തിന് പ്രഖ്യാപിത മുദ്രാവാക്യമാണ് ഡെത്ത് ടു ഇസ്രായേൽ. അത് തന്നെയാണ് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത്, ഭയപ്പെടുത്തുന്നത്. അത്തരമൊരു രാജ്യത്തിൻ്റെ കയ്യിൽ ഒരു ആണവായുധം കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഏറ്റവും ആദ്യം ഉപയോഗിക്കുക ഇസ്രായേലിന് നേർക്കായിരിക്കും എന്ന കാര്യത്തിലും ഇസ്രായേലിന് യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് ഈ ഇറാനെ പോലുള്ള ഇത്തരം രാജ്യങ്ങൾ ഇത്രത്തോളം ഒരു തീവ്രമായിട്ടുള്ള ഒരു ആൻറ്റി സെമിറ്റിസം അവരുടെ ഒരു തലയ്ക്ക് കയറുന്നത്? എന്തായിരിക്കും അതിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു കാരണങ്ങൾ? ഇതിന് തുടക്കം തന്നെ ഞാൻ ഈ ചർച്ചയുടെ ഒരു നിലപാട് എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് അറിയിച്ചിട്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് ചോദിച്ച വിഷയത്തിലേക്ക് കടക്കുന്നത്. അതായത് അക്രമം കൊണ്ട് നീതി നടപ്പാക്കുന്നവൻ കന്യകയുടെ ചാരിത്രശുദ്ധി അപഹരിക്കുന്ന ഷണ്ടനെ പോലെയാണെന്ന് പറയും. അപ്പോൾ അതായത് ഒരിക്കലും അക്രമം ഒന്നിനും സാധ്യമല്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെന്ന് പറഞ്ഞാൽ ഈ ആയുധങ്ങൾ കൊണ്ട് ഭീഷണി മുഴക്കിയിട്ടാണ് ലോകം സമാധാനം ആഗ്രഹിക്കുന്നത്. വളരെ ഒരു ഡൈക്കോട്ടമിയാണെന്ന് പറയാം. അത്ര ഇരുട്ടും പകലും പോലെ ഒരു വിരോധാഭാസമാണ്. ആയുധങ്ങൾ കൊണ്ട് ഭീഷണി മുഴക്കിയിട്ട് സമാധാനം ഉദ്ഘോഷിക്കുന്ന കുറേ ആൾക്കാർ. ഇനി ചോദിച്ചിലേക്ക് വരാം. എൻ്റെ ഒരു നിലപാട് ഇതായിരുന്നു. ആൻറ്റി സെമിറ്റിസത്തിൻ്റെ വേരുകൾ നോക്കുകയാണെങ്കിൽ ശരിക്കും യേശുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം
വന്ന ഒരു തെറ്റായൊരു ഈവിളിഷ് തോടാണ് ഈ പറയുന്ന ആൻറ്റിസെമിറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ പല വിഭാഗങ്ങളുണ്ട് ആൻറ്റിസെമിറ്റിസത്തിന്. ഇപ്പോൾ മുസ്ലിം എന്നുള്ളൊരു ഇസ്ലാമിക് എന്നൊരു റിലിജിയൻ ഉത്ഭവിക്കുന്നത് 7-ാം നൂറ്റാണ്ടിലാണല്ലോ. അപ്പോൾ അതിനു മുമ്പ് തന്നെ ആൻറ്റിസെമിറ്റിസിൻ്റെ പേരുകൾ ലോകത്തുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ട് ഒന്നാമത്തെ ആൻറ്റിസെമിറ്റിസിൻ്റെ പേരുകൾ എന്ന് പറയുന്നത് യേശുവിനെ കുരിശിലേറ്റിയവർ ഈ പറയുന്ന യഹൂദ മതക്കാരാണ്. കളക്റ്റീവ്ലി ജ്യൂസ് ആർ റെസ്പോൺസിബിൾ ഫോർ ജീസസ് ഡെത്ത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രധാന ആശയം. അത് പിന്നീട് തലമുറകളോട് വന്നാണ് ആൻറ്റിസെമിറ്റിസം എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലേക്ക് കാണുന്നത്. അപ്പോൾ രണ്ട് ആശയങ്ങളാണ് നിൽക്കുന്നത്. ആൻറ്റി സെമിറ്റിസം ഉണ്ട്, ആൻറ്റി ജുഡായിസം ഉണ്ട്. ആൻറ്റി ജുഡായിസം എന്ന് പറഞ്ഞാൽ അതായത് ഈ ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ യഹൂദരുടെ ആചാരങ്ങളെല്ലാം അബ്സലീറ്റ് ആണ്, അതായത് അത് കാലഹരണപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചിന്താഗതിയാണ് ഈ ആൻറ്റി ജുഡായിസം. അതൊരു മതത്തിനെതിരാണ്. പക്ഷേ ആൻറ്റി സെമിറ്റിസം എന്ന് പറഞ്ഞത് മിസ്റ്റർ ജോർജ് പറഞ്ഞ പോലെ തന്നെ ഓരോ യഹൂദ വ്യക്തിയോടും ഓരോ യഹൂദനോടുള്ള വിദ്വേഷമാണ്. ശരിക്കും അത് വിദ്വേഷം ചീറ്റ് എന്ന് പറയില്ലേ, അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ്. തെറ്റായ ആശയങ്ങൾ പഠിപ്പിക്കുക. അപ്പോൾ പണ്ട് കാലത്ത് തന്നെ യൂറോപ്പിലും അതുപോലെ തന്നെ അമേരിക്കയുടെ പല സമയത്തും ഒരു പക്ഷേ ലോകം മുഴുവനിലും ആൻറ്റിസെമിറ്റിസം എന്ന് പറഞ്ഞ ആശയം ഈ യഹൂദർക്കെതിരെ വലിയൊരു തിന്മ തന്നെ, പീഡനങ്ങൾ അഴിച്ചുവിട്ടായിരുന്നു. അവരാണ് എല്ലാത്തിൻ്റെയും കാരണം. അവരാണ് ഈ പറയുന്ന പോയിസൺ ചെയ്യുന്നത്, വെള്ളത്തിലൊക്കെ പോയിസൺ ചെയ്യുന്നവരാണ്, അവരാണ് പ്ലേഗ് അതുപോലെയുള്ള അസുഖങ്ങൾക്ക് കാരണം അവരാണെന്ന് പറഞ്ഞ് യഹൂദരെ എക്സ്പെൽഷൻ, അവരെയൊക്കെ നാട്ടിൽ നിന്നൊക്കെ എക്സ്പെൽ ചെയ്യാറുന്ന ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ആൻറ്റിസെമിറ്റിസിൻ്റെ പേരുകൾ പിന്നെ ഈ മാർട്ടിൻ ലൂതറുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ബുക്ക് ഇതിന് വളരെ വലിയൊരു കേന്ദ്രബിന്ദുവായിരുന്നു. മാർട്ടിൻ ലൂതർ സഭയ്ക്കെതിരെ, കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രശ്നം ഉണ്ടായി. ഈ മാർട്ടിൻ ലൂതർ തന്നെ, ജർമ്മനി എന്നുള്ള മാർട്ടിൻ ലൂതർ, അതേ മാർട്ടിൻ ലൂതർ തന്നെ ഓൺ ജൂസ് ആൻഡ് ദെയർ ലൈഫ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം പിന്നീട് അത് വലിയൊരു വിപ്ലവങ്ങൾ കാരണമായിട്ടുണ്ട്. പിന്നെ 1933, 35, 36 കാലഘട്ടങ്ങളിലൊക്കെ നാസികൾ ഈ ഇദ്ദേഹത്തിൻ്റെ ബുക്ക് റീപബ്ലിഷ് ചെയ്തിട്ട് ഇതിൻ്റെ കോപ്പികളെല്ലാം അച്ചടിച്ച് വിതരണം ചെയ്യുകയുണ്ടായി. അതും യഹൂദർക്കെതിരെയുള്ള വലിയ കാര്യം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ റഷ്യയിൽ നിന്ന് ഉത്ഭവിച്ചിരുന്ന ഒരു പുസ്തകത്തിൻ്റെ ഒരു പേരാണ് ദ പ്രോട്ടോകോൾസ് ഓഫ് എൽഡർ ഓഫ് സയൻ എന്ന് പറയുന്നത്. പ്രോട്ടോകോൾസ് ഓഫ് എൽഡർ ഓഫ് സയൻ. അപ്പോൾ ഇത് ശരിക്കും ഒരു ഫോർജറിയാണ്. അതായത് യഹൂദർ പ്രധാന ഉദ്ദേശം ലോകം മുഴുവൻ നേടുക എന്നുള്ളൊരു ഉദ്ദേശമാണെന്ന് ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു പുസ്തകമാണ്. അപ്പോൾ പിന്നീടാണ് 1920 കാലഘട്ടത്തിൽ ജേർണലിസ്റ്റ് പിന്നെ സ്കോളേഴ്സൊക്കെ ചേർന്നിട്ട് മനസ്സിലാക്കിയത് ഇതൊരു ഫോർജറി ആയിരുന്നു മനസ്സിലാക്കിയത്. അപ്പോൾ ഇതൊക്കെ ആൻറ്റിസെമിറ്റിസം എന്ന് പറഞ്ഞ ഒരു ചിന്താഗതിക്ക് യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആൻറ്റിസെമിറ്റിസം എന്ന് പറഞ്ഞ ആശയത്തിന് ഭയങ്കര ഒരു ഇതുണ്ടാക്കി. അതിനുശേഷമാണ് ഹോളോകോസ്റ്റ് വരുന്നത്. ജർമ്മനിക്കാർ ചിന്തിക്കുന്നു, അതുപോലെയുള്ള മറ്റാൾക്കാരും ചിന്തിക്കുന്നു ഈ റേഷ്യൽ ഐഡൻറ്റിറ്റി, ഈ യഹൂദരുടെ റേഷ്യൽ ഐഡൻറ്റിറ്റി ലോകത്തിന് ശാപമാണെന്നൊക്കെയുള്ള ചിന്താഗതിയാണ് ഈ ആൻറ്റിസെമിറ്റിക് ഐഡിയോളജിക്ക് വെക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് യഹൂദർക്ക് ദുരിതം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ലോകത്തിന് ഇതുകൊണ്ട് ഒരു നന്മ ഉണ്ടായിട്ടില്ല. പിന്നീട് നമുക്കറിയാം ഈ കത്തോലിക്ക സഭ ഈ നോസ്ത്രത്തേസ് 1965 പബ്ലിഷ് ചെയ്ത, രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പബ്ലിഷ് ചെയ്ത നോസ്ത്രത്തേത്തിൽ പറഞ്ഞിരിക്കുന്നത് യഹൂദരും ക്രൈസ്തവരുമായിട്ടുള്ള ഒരുമ അത് വേണം, ഡയലോഗ് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഈയിടയ്ക്ക് ലയോ 14 മാർപ്പാപ്പ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ ഫ്രാൻസ് പാപ്പയുടെ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ അതേ പാത പിന്തുടർന്നിട്ടാണ് പറഞ്ഞത്. നോസ്ത്രത്തേത് ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത് യഹൂദരും ക്രൈസ്തവരും തമ്മിലൊരു ഡയലോഗ് ആവശ്യമാണ്. അത് അമേരിക്കൻ ജൂയിഷ് കമ്മിറ്റീനെ പറ്റി ഉദ്ധരിച്ചിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു വലിയൊരു പ്രകടനമാണ് 1983 ഒരു കാലഘട്ടത്തിലും 2000-ലൊക്കെ ജോൺ പോൾ 2 മാർപ്പാപ്പ റോമിലെ യഹൂദരുടെ വലിയൊരു സിനോഗ് സന്ദർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജെറുസലേമിലെ വലിയ വെയിലിംഗ് വാൾ അതൊക്കെ സന്ദർശിച്ചിട്ട് യഹൂദരായുള്ള ഐക്യം, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അതൊക്കെ നിലനിർത്തുന്നുണ്ട്. അപ്പോളജീസ്, അത് ഫോർമൽ അപ്പോളജി ക്രൈസ്തവരെ കാത്തലിക് ചർച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഈ ആൻറ്റിസെമിറ്റിസത്തിൻ്റെ പേരിൽ വന്നിട്ടുണ്ട്. ഈ ആൻറ്റിസെമിറ്റിസത്തിൻ്റെ വേരുകളുടെ മുള പൊട്ടുന്നതാണ് ഈ പറയുന്ന പല അറബ് രാഷ്ട്രങ്ങളും കാണുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ. പിന്നെ ഇറാൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുക്കുകയാണെങ്കിൽ, ഇറാൻ എന്ന രാഷ്ട്രത്തിൻ്റെ പ്രധാന ഉദ്ദേശം ജിയോ പൊളിറ്റിക്സ് ആണ്. അതായത് ഇറാഖ്, സിറിയ, അതുപോലെയുള്ള ലെബനോൻ, ഇസ്രായേൽ, പാലസ്തീൻ അങ്ങനെയുള്ള പല രാജ്യങ്ങളും തങ്ങളുടെ കീഴിലാക്കണം എന്നുള്ളൊരു പ്രധാന ഉദ്ദേശമാണ്. അതിന് അവർ വാർ നടത്താൻ, അവരുടെ പ്രധാന ഈ ചാണക്യതന്ത്രം എന്നൊക്കെ പറയില്ലേ, യുദ്ധം നടത്താൻ ഉദ്ദേശിക്കുന്നു വെച്ചാൽ ഇറാന് പുറത്താണ് യുദ്ധം നടത്തേണ്ടത്. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോക്സികൾ, ഈ പറയുന്ന ഹെസ്ബുള്ള, ഈ
ഹമാസ് അതുപോലെയുള്ള പ്രോക്സികളെ അവരുടെ ഹൂതികളെ പ്രോക്സിലിടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഹമാസ് ഇവർ ഷിയ കമ്മ്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഇറാനിൽ കൂടുതലുള്ളത്. അപ്പോൾ ഈ ഷിയകൾ ശരിക്കും പറഞ്ഞാൽ സുന്നികളും ഷിയകളും തമ്മിൽ ഓൾറെഡി പ്രശ്നമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഹമാസ് എന്ന് പറഞ്ഞാൽ ഈ സുന്നി ഈ തീവ്രവാദ സംഘടനയാണ്. പക്ഷേ ഈ സുന്നി തീവ്രവാദ സംഘടനയെ ഒരു സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ഇവർ ഇസ്രായേലിനെതിരെ അടിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാന ഉദ്ദേശം ഇസ്രായേൽ ഇല്ലാതാക്കുക മാത്രമല്ല, ഈ പറയുന്ന ഇവരുടെ ജിയോ പൊളിറ്റിക്സ്, ഇവരുടെ തന്ത്രങ്ങൾ മെനഞ്ഞ് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് എന്ന ഭാഗം മൊത്തം ഇവരുടെ അധീനതയിലാക്കുക എന്നുള്ളതാണ് ഇറാന്റെ ഉദ്ദേശം. അതേസമയം ഇറാനിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാനും പാടില്ല, എന്ന് പറഞ്ഞാൽ വാറോ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവാനും പാടില്ല. അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതാണ് ഒന്നാമത്തെ കാര്യം, ജിയോ പൊളിറ്റിക്സ് ആണ് ഒന്നാമത്തെ കാര്യം. US-നെതിരെ അവരെതിരാണ്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ഓപ്പൺ വാറിന് ഇറാൻ ഒരിക്കലും സാധിക്കില്ല. നമ്മൾ യുറേനിയത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ഇസ്രായേലിനോടായാലും സൗദിയോടായാലും അതേസമയം US-നോട് ഓപ്പൺ വാറിനോട് സാധിക്കില്ല. അതുകൊണ്ടാണ് പ്രോക്സി വെച്ച് കളിക്കുന്നത്. പക്ഷേ ഈ യുറേനിയം ഉണ്ട് എന്നതിൻ്റെ പേരിൽ ഒരു പക്ഷേ ഇവർ ചിലപ്പോൾ മറ്റു രാജ്യങ്ങൾ പറഞ്ഞ് അനുസരിക്കാം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം അവർ മറ്റേ ഈ ന്യൂക്ലിയർ വെപ്പൺസൊക്കെ അവരുടെ രാജ്യത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. കാരണം ഈ പറയുന്ന ചെറു രാഷ്ട്രമായ ഈ ഇറാന് തന്നെ അറിയാം മറ്റു രാജ്യങ്ങൾ ഈ പറയുന്ന തീവ്രവാദികളുടെ വിളനിലം എന്ന് ഇറാൻ പറയാൻ പറ്റില്ല. പക്ഷേ ഈ തീവ്രവാദികൾക്കെല്ലാം കൊടുക്കുന്നത് ഇറാനാണ്. സ്പോൺസേഴ്സ്, വേൾഡ് വൈഡ് സ്പോൺസേഴ്സ് ആണ് ഇറാൻ. ഇവരുടെ കയ്യിലാണ് ഈ പറയുന്ന ഈ വെപ്പൺസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ശരിക്കും ദുരുപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതാണ് പ്രധാന കാരണം. ഇസ്രായേൽ അതായത് നമ്മൾ പറയുന്ന ഒരു ഇംഗ്ലീഷ് പറഞ്ഞാൽ പറയില്ല, ബിറ്റ്വീൻ ദ ഹോൺസ് ഓഫ് ഡിലൈമ എന്ന് പറയും. ചെകുത്താനും കടലിൽ നടക്കുക. ഇസ്രായേൽ അങ്ങനെയാണ്, എന്ത് കിട്ടിയാലും തിരിച്ചടിക്കും എന്നുള്ള രീതിയിൽ, അങ്ങനെയുള്ളൊരു രീതിയിൽ നിൽക്കുന്ന ഇസ്രായേൽ, ഒരു സ്ഥലത്ത് ഇറാൻ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ജിയോ പൊളിറ്റിക്സ്, രണ്ടാമത്തെ കാര്യം ആൻറ്റിസെമിറ്റിക്സ് വേരുകൾ, മൂന്നാമത്തെ കാര്യമാണ് ഈ പാലസ്തീൻ്റെ പ്രശ്നം വന്നിരിക്കുന്നത്. ഇസ്രായേൽ പാലസ്തീൻ വർഷങ്ങളായിട്ടുള്ള അത് ശരിക്കും ഒരു എത്നിസിറ്റിയുടെ പേരിലും അതേസമയം ഇൻഹാബിറ്റൻസ് അബോർജിനൽ പീപ്പിൾസ് എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ പറയാം, അതിൻ്റെ പേരിലുള്ള ഒരു അടിയാണ് ഇസ്രായേൽ പാലസ്തീൻ തമ്മിലുള്ള പ്രശ്നമായിട്ട് വന്നിരിക്കണേ. അപ്പോൾ പാലസ്തീനുകാർ പറയുന്നത് ഞങ്ങൾ വളരെ ഓട്ടോമൻ തുർക്കികളുടെ കാലഘട്ടം മുതലേ ഞങ്ങൾ ഇവിടെ അധിനിവേശം ചെയ്ത ഞങ്ങൾ ജീവിച്ചിരുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ഈ ഇസ്രായേലൊക്കെ ഞങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ അവർക്ക് വേണമെന്നാണ് ഗാസ സ്ട്രിപ്പ് വേണം, ഈ വെസ്റ്റ് ബാങ്ക് വേണം, അതുപോലെ തന്നെ ഈ ഈസ്റ്റ് ജെറുസലേം പാർട്ട് വേണം. അപ്പോൾ ഈസ്റ്റ് ജെറുസലേം പ്രധാന ഉദ്ദേശം, ഇപ്പോൾ ഈസ്റ്റ് ജെറുസലേമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജെറുസലേമിൽ പോയാൽ പ്രധാന ഈ എന്ന് പറഞ്ഞാൽ ഓൾഡ് സിറ്റീസ് സ്ഥിതി ചെയ്യുന്നത് 4 ക്വാർട്ടേഴ്സ് ആയിട്ടുള്ളത്. എന്തൊക്കെയാണ്? നമ്മുടെ മുസ്ലിം ക്വാർട്ടർ, ക്രിസ്ത്യൻ ക്വാർട്ടർ, അർമേനിയൻ ക്വാർട്ടർ, ജൂയിഷ് ക്വാർട്ടർ എന്ന് പറയുന്നത് വളരെ പൗരാണികത്വം എന്ന് പറഞ്ഞ കൾച്ചറൽ സെൻ്ററാണ് അതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ പാലസ്തീന് വേണമെന്നാണ് ഇവർ പറയുന്നത്. അതേസമയം ഈ പാലസ്തീന് വേണം താനും ഇത് ഈസ്റ്റേൺ ജെറുസലേം ആരുടെ ഈ പറയുന്ന പാലസ്തീൻകാരുടെ പ്രധാന ക്യാപിറ്റലാക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ ഇസ്രായേൽക്കാർക്കാണെങ്കിൽ അത് ഏൻഷ്യൻ്റ് ചരിത്ര പുരാതനമായ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലങ്ങളാണ്. നമുക്കറിയാം ഈ ഉൽപ്പത്തി തൊട്ടുള്ള ഈ പഴയ നമ്മ പുസ്തകങ്ങൾ വായിച്ചു നോക്കിയാൽ അവരുടെ ചരിത്രപ്രധാനമായ സംഭവങ്ങൾ ഏറിയത് ഈ പറയുന്ന ഇവരുടെ പ്രധാനപ്പെട്ട ഈ പുണ്യഭൂമിയിലാണ്. അവർക്ക് ഒരിക്കലും അത് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് 19-ാം നൂറ്റാണ്ട് 1883 ഫസ്റ്റ് ആലിയ എന്ന് വെച്ചാൽ ദ മാസ് മൈഗ്രേഷൻ ഓഫ് ജ്യൂസ് എന്നാണ് പറയാം. അത് 1883 19ാം നൂറ്റാണ്ടിൽ തൊട്ട് തുടങ്ങിയിട്ട് ഇപ്പോഴും 2005 ഒരു 5 ആലിയാസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാസ് മൈഗ്രേഷനായിട്ട് അങ്ങനെ ഇത് പറയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ പുണ്യഭൂമിയാണ്, പണ്ട് തൊട്ടേ അവരുടെ പുണ്യഭൂമിയായ സ്ഥലങ്ങളിലേക്ക്. അപ്പോൾ അവർക്കത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അദ്ദേഹം പാലസ്തീൻ പറയുന്നത് ഇത് ഞങ്ങൾ വർഷങ്ങളോളം താമസിക്കുന്ന സ്ഥലമാണ്, ഞങ്ങൾക്ക് തന്നെ വിട്ടുകൊടുക്കാൻ പറ്റും. അതൊരു ശരിക്കും പറഞ്ഞാൽ ഡീപ്പ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അത് സോൾവ് ചെയ്യാൻ പറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അത് പിന്നീട് 1947 48 ഈ ഇസ്രായേൽ ഒരു പുതിയ രാഷ്ട്രമായിട്ട് മാറുന്നതിനേക്കാൾ മുമ്പ് പാലസ്തീൻ അറബുകൾക്ക് വേണ്ടിയിട്ടും ഇസ്രായേൽ ജൂസിന് വേണ്ടിയിട്ടുമാക്കി തിരിച്ചിരുന്നു. അത് ജഹൂദന്മാരത് അംഗീകരിച്ചു. പക്ഷേ പാലസ്തീനുകൾക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. ഈ പറയുന്നത് അതാണ് ഇങ്ങനെ വർഷങ്ങളായിട്ടുള്ള ഇതിൽ ഇറാൻ്റെ ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ പാലസ്തീന് ഇസ്രായേൽ എന്നുള്ള സ്ഥലം കൊടുക്കലല്ല പ്രധാന ഉദ്ദേശം. ഇറാൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇറാഖ്, സിറിയ അതുപോലെയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ തങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ ഇവരുടെ കാലിഫേറ്റ് ശരിക്കും പറഞ്ഞാൽ സുന്നി യൂസേജ് ആണ്. എങ്കിലും ഇവരുടെ ഈ പറയുന്ന ഒരു സാമ്രാജ്യം സ്ഥാപിക്കണം, ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കണം എന്നാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കണം എന്നാണ് ഇവരുടെ പ്രധാന ആശയം. അതുകൊണ്ടാണ് ഇവർ പിടിച്ചെടുക്കാൻ വേണ്ടി മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങൾ അതുപോലെ തന്നെ ഷിയ ആൾക്കാർക്ക് വേണ്ടി ഹോദകൾ അവർക്കൊക്കെ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് അപ്പോൾ ജിയോ പൊളിറ്റിക്സ്, രണ്ടാമത്തെ ആൻറ്റിസെമിറ്റിസം, പിന്നെ ഈ പറയുന്ന ഇസ്രായേൽ പാലസ്തീൻ തമ്മിലുള്ള ഈ സംഘർഷങ്ങൾ, ഇതൊക്കെ അവർ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. മുതലെടുക്കാണ് അവർ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നീട് നോക്കുമ്പോൾ
നോക്കുമ്പോൾ ഹമാസ് ഇസ്രായേലാണ് പ്രശ്നം നമ്മൾ വിചാരിക്കും. പക്ഷേ സത്യം ഹമാസ് ഇസ്രായേൽ അല്ല, ഇറാനും മറ്റു രാഷ്ട്രങ്ങളാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഇറാന്റെ ആണവായുധങ്ങൾ നശിപ്പിക്കുന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഇപ്പൊ തിരിഞ്ഞു കുത്തുന്നത്. ഇസ്രായേൽ കറക്റ്റ് മനസ്സിലായിട്ടുണ്ട് ആരാണ് പിന്നിൽ അടിക്കുന്നത്. ഹമാസ് അല്ല എന്ന് പറയാൻ കാരണം ഈ ഹമാസിന് എങ്ങനെ അവിടെ നിന്ന് ഫണ്ട് കിട്ടുന്നത് ഇറാനിൽ നിന്നാണ്. ഇറാൻ ഒരു ഷിയ രാഷ്ട്രമായ അല്ലെങ്കിൽ ഷിയ കമ്മ്യൂണിറ്റി ആയ ഇറാൻ അതേസമയം സുന്നികളോട് തന്നെ എന്താ പറയാ എതിർത്ത് നിൽക്കുന്ന ഇറാൻ എന്തുകൊണ്ടാണ് ഒരു സുന്നി ഈ ഇസ്ലാമിക് ടെററിസ്റ്റിന് വേണ്ടിയിട്ട് ഇവർക്ക് ഫണ്ട് കൊടുക്കേണ്ട ആവശ്യമുള്ള പ്രധാന ഉദ്ദേശത്തുള്ളൂ ഇസ്രായേൽ തകർക്കുക. അതാരിലൂടെയാണ് ഇറാൻ വഴിയാണ് തകർക്കുന്നത്, അതായത് പിന്നിക്കോടിട്ട് കുത്തുക. അതാണ് എൻ്റെ ഒരു നിലപാടനുസരിച്ച്. പക്ഷേ ഞാൻ റോമിലെ ഇപ്പം നടക്കുന്ന ചർച്ച വളരെ സമാധാനപരമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈബിളിൽ ഇപ്പോഴും വീണ്ടും ഉദ്ധരിക്കുകയാണ് ഈ സുഭാഷിതങ്ങളിലോ പ്രഭാഷണങ്ങൾ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അതായത് അക്രമം കൊണ്ട് നീതി നടത്തുന്നവൻ കന്യകയുടെ പരിശുദ്ധി അപഹരിക്കുന്ന ഷണ്ടനെ പോലെയാണ്, ഒന്നിനും ഒരു ഉപകാരം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ പോപ്പ് ലയോ 14 മാർപ്പാപ്പ ഫ്രാൻസ് പാപ്പായുടെ ഒരു അഡ്വക്കസി തന്നെ നിലനിർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ റോമിലാണല്ലോ, ഒരു പുണ്യഭൂമിയായ റോമിൽ തന്നെ ഈ ബൈബിൾ പറഞ്ഞില്ലേ, സമാധാനം നിങ്ങളോടുകൂടെ ഞാൻ നിങ്ങൾക്ക് സമാധാനം ആശംസിക്കുന്നു. ഈ കൊളോസോസുകാർക്ക് ലേഖനത്തിൽ ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്, പൗലോസ് എടുത്ത് പറയുന്നില്ലേ, അവൻ നമ്മുടെ സമാധാനമാണ്, അവൻ ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും എല്ലാവർക്കും സമാധാനം കൊടുക്കുന്നൊക്കെ പറയും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ശക്തി, രക്ഷാകര ശക്തി എല്ലാവർക്കും സമാധാനം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2 പോയിന്റ് കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ. നേരത്തെ ജോജി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇപ്പോൾ ട്രംപ് മിഡിൽ ഈസ്റ്റിൽ നടത്തിയ വലിയ ഡീലുകൾ, ട്രില്യൺ കണക്കിന് ഡോളറുകളുടെ കരാറുകൾ, അതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്നു ഒരു കൗണ്ടർ ബാലൻസിങ്. അതായത് ഈ ചർച്ചകളുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് ട്രംപിനും അത്ര പ്രതീക്ഷയില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇറാൻ കടുംപിടുത്തത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ചർച്ചകളെല്ലാം വഴിമുട്ടുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോയിൽ ഗൾഫ് രാജ്യങ്ങളെ ഒപ്പം നിർത്തുക എന്ന വ്യക്തമായിട്ടുള്ള ലക്ഷ്യം ട്രംപിനുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇൻ കേസ് നമ്മൾ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഒരു പക്ഷേ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനുള്ള ഒരു പദ്ധതി ഇടുന്നു. ഇസ്രായേലിന് അതിന് സാധിക്കുമോ എന്നൊരു കാര്യം നോക്കാം. അപ്പോൾ ജോജി നേരത്തെ പറഞ്ഞു, പ്രധാനമായിട്ടും ഇറാൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ ഒരു ജോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് ആണ്. ഏകദേശം 1.5 മില്യൺ സ്ക്വയർ കിലോമീറ്റർ, അതായത് ഇന്ത്യയുടെ ഏകദേശം പകുതിയോളം വരും ഇറാൻ്റെ ഒരു വിസ്തൃതി എന്ന് പറയുന്നത്. മാത്രമല്ല ഇവരുടെ ഈ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഒക്കെ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒപ്പം ജോജി പറഞ്ഞ പ്രസക്തമായിട്ടുള്ള പോയിന്റ്, എല്ലാം ഈ അണ്ടർഗ്രൗണ്ടിലാണ് കിടക്കുന്നത്. കാരണം ഇറാൻ ഈ 1980-ലും 2007-ലും സിറിയയിലെയും ഇറാഖിലെയും ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ആക്രമിച്ചപ്പോൾ ഇറാൻ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടതാണ്. ഈ അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്നത് വലിയ കനത്തിലുള്ള കോൺക്രീറ്റ് പാറകൾ, അതിൻ്റെ എല്ലാം അടിയിലാണ്, മീറ്ററുകൾ താഴെയായിട്ടാണ് ഈ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് നിൽക്കുന്നത്. അപ്പോൾ അതിനെ തകർക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അതവിടെ എത്തിക്കണമെങ്കിൽ ഹെവി ആയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ, യുദ്ധവിമാനങ്ങൾ വേണ്ടിവരും. അതിന് അമേരിക്കയെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല ഇസ്രായേലും ഇറാനും തമ്മിൽ ഏകദേശം 1000-ഓളം കിലോമീറ്ററുകൾ ദൂരമുണ്ട്. മുൻകാലങ്ങളിൽ ഇസ്രായേൽ എന്ത് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ഈ ഇറാൻ്റെ ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ പ്രോഗ്രാം അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കുന്ന സയൻറ്റിസ്റ്റുകളൊക്കെ വളരെ തന്ത്രപരമായിട്ട് ഇസ്രായേൽ വകവരുത്തിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനമൊക്കെ ഉപയോഗിച്ച്. അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. നമ്മൾ ഗൂഗിൾ പരിശോധിക്കുമ്പോൾ മൊസാദിൻ്റെയൊക്കെ ഒരു ഓപ്പറേഷൻ എത്രമാത്രം കണ്ണിങ് ആയിട്ടാണ് അവർ നടത്തിയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത് അവർ നടത്തിയത് സൈബർ അറ്റാക്സുകൾ, ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെതിരെ നടത്തുന്ന സൈബർ അറ്റാക്സുകൾ. ഇനി നമ്മൾ ഒന്ന് നോക്കുമ്പോൾ ചരിത്രത്തിലേക്ക് കൂടി ഒരിക്കൽ കൂടി നോക്കാം. ഈ ഒരു സിനാരി ഇസ്രായേലിന് അസാധ്യമാണോ എന്ന് നോക്കാം. ഈ 1976-ൽ എന്താണ് സംഭവിച്ചത്? ഈ ഓപ്പറേഷൻ എൻഡബെ 4000 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഒരു പ്രദേശത്ത് പോയിട്ട് 102ഓളം ഇസ്രായേൽ ഹോസ്റ്റേജസിന്, അവിടെ ഉഗാണ്ടയുടെ ഏകദേശം ഒരു പ്രധാനപ്പെട്ട എയർ സ്പേസ് അല്ലെങ്കിൽ എയർ ഫീൽഡ് അല്ലെങ്കിൽ വിമാനത്താവളം ഒക്കെ തകർത്തെറിഞ്ഞിട്ടാണ് 4000 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ഒരു ഓപ്പറേഷൻ നടത്തി ഇസ്രായേൽ തിരിച്ചു വന്നത്. 2024-ൽ നേരിട്ട് യുദ്ധം ചെയ്യാതെ തന്നെ ഈ വാക്കി ടോക്കി മറ്റേ പേജർ ആക്രമണങ്ങളിലൂടെ ഹിസ്ബുള്ളകളെ തരിപ്പണമാക്കി. അപ്പോൾ അങ്ങനെയൊക്കെ സാധിച്ച ഇസ്രായേലിന് ഈ 1000 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ജോഗ്രഫിക്കലി ഇമ്പോസിബിൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ന്യൂക്ലിയർ ഫെസിലിറ്റീസ് തകർക്കണമെങ്കിൽ തകർക്കാം. അപ്രതീക്ഷിതമായിട്ടുള്ള സർജിക്കൽ മൂവുകൾ അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്കുകൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു അറ്റാക്ക് ഒരുപക്ഷെ ഇസ്രായേൽ നടത്തുകയാണെങ്കിൽ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ അമേരിക്കയെ അറിയിക്കാനുള്ള ഒരു സാധ്യത വിരളമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അമേരിക്കയെ അറിയിക്കാതെ പെട്ടെന്നുള്ളൊരു ആക്രമണമായിരിക്കും ചിലപ്പോൾ ഇസ്രായേൽ നടത്താൻ പോകുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ റോജിയും ജോണും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ആ മിഡിൽ ഈസ്റ്റ് തന്നെ വളരെ സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് വരും. അവിടെ നിന്നുണ്ടാകുന്ന ആ ഒരു പൊട്ടിത്തെറി ലോകവ്യാപകമായിട്ടത് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം സമാധാനം സംജാതമാകട്ടെ. നമ്മളിത് പറയാനുള്ളൊരു കാര്യം, അവിടുത്തെ ഒരു നിലവിലൊരു ജിയോ പൊളിറ്റിക്കൽ സിനാരിയോ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ചകൾ ഇറാനുമായിട്ട് നടത്തുന്നു, ഇറാൻ എത്രത്തോളം ഒരു ന്യൂക്ലിയർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇറാൻ എത്രത്തോളം അപകടകരമാണ്,
അവരെ എത്രത്തോളം ഒരു അപകടകരമായിട്ടുള്ള സ്റ്റേജിൽ നിലവിൽ എത്തിയിരിക്കുന്നു. അല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനവും അവരുടെ കയ്യിലുണ്ട്. മാത്രമല്ല ഈ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഒക്കെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇവർ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ പോലും ഇവരുടെ പല ന്യൂക്ലിയർ ഫെസിലിറ്റീസിലേക്കും ഈ അന്താരാഷ്ട്ര നിരീക്ഷകർ ഇവർ കടത്തിവിടുന്നില്ല. അവിടെയുള്ള പല സെക്യൂരിറ്റി ക്യാമറകളും സർവേലൻസ് ക്യാമറകളും ഒക്കെ ഇവർ എടുത്തു മാറ്റി. അപ്പോൾ ഒന്നും ഒളിക്കാനില്ലെങ്കിൽ ഇങ്ങനെയൊന്നും അവരത് ചെയ്യത്തില്ല. അപ്പോൾ എന്തോ ഒളിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആശങ്കപ്പെടുന്നത്. സമാധാന സംജാതമാകട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ദുഃഖവും കണ്ണുനീരും വിലാപവും പ്രതിസന്ധിയുമല്ലാതെ മറ്റൊന്നും യുദ്ധം ലോകത്തിന് സമ്മാനിക്കുകയില്ല. ലോകത്തിൻ്റെ ആരംഭം മുതൽ തന്നെ നടന്നിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും നമുക്ക് നൽകുന്ന പാഠമാണിത്. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പോകാതിരിക്കട്ടെ. ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു ഡയറക്റ്റ് ഫൈറ്റ് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രവചിക്കാൻ അസാധ്യമാകുന്ന വിധത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് മിഡിൽ ഈസ്റ്റിനെ മാത്രമല്ല ലോകത്തെ തന്നെ തള്ളിവിടും എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ വിഭാഗം ജനങ്ങൾക്കും, അത് യഹൂദനായിക്കോട്ടെ, അത് ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുസ്ലിം ആയിക്കോട്ടെ, മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഏത് രാജ്യമായിക്കോട്ടെ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇസ്രായേൽ നടത്തുന്ന പോരാട്ടങ്ങളുടെ ചരിത്രമെടുത്ത് നോക്കുമ്പോൾ അവർ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും നിലകൊണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് 4 ദിക്കുകളിൽ നിന്നുമാണ് ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പല ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. പക്ഷേ അത് എന്തൊക്കെ തന്നെ ആയിക്കോട്ടെ, ഒരു സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം മിഡിൽ ഈസ്റ്റിൽ സംജാതമാകട്ടെ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ ഒരു ശുഭസൂചന ഉയരട്ടെ. ഇരു പാർട്ടികൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ ഇപ്പോഴത്തെ ചർച്ചയിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധക്കൊതിയൊക്കെ മാറ്റിവെച്ച്, സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ലോക സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ലോകരാഷ്ട്ര നേതാക്കൾക്ക് സാധിക്കട്ടെ എന്നുള്ള വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.